അപ്പോൾ ഈ ചോദ്യത്തിൽ ഈ വൃത്തത്തിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിരിക്കുന്നു 80 മില്ലിമീറ്റർ. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? ഡയമീറ്റർ 80 മില്ലിമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ 80 ആണെങ്കിൽ റേഡിയസ് അതിൻ്റെ പകുതിയായിരിക്കും. R = 40 മില്ലിമീറ്റർ ആയിരിക്കും. അതായത് ആ റേഡിയസ് തന്നെയാണ് ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്. അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഇവിടെ ഈ മൊത്തത്തിലെ ട്രയാങ്കിളിനെ രണ്ടായിട്ട് ഭാഗിച്ചാൽ അതൊരു ഓരോ ഭാഗം 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുകളാണ്. അതിൻ്റെ ഈ ഒരു ഭാഗം അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് = 40 mm, അതായത് റേഡിയസ് ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഈ റേഡിയസ്, അതായത് ആ ട്രയാങ്കിൾ, ഈ ഒരു ഹാഫ് ട്രയാങ്കിൾ, ഈ മുഴുവൻ ട്രയാങ്കിളിൻ്റെ കൃത്യം പകുതി, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാനിവിടെ എടുത്തു വരച്ചിരിക്കുന്നു വലത്തുവശത്ത്. അതിൻ്റെ അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ മുകളിലത്തെ ഈ ആംഗിൾ 30 ഡിഗ്രി, ഈ സൈഡ്, അതായത് റേഡിയസ് ഓഫ് ദി സർക്കിൾ 40 മില്ലിമീറ്റർ, 80ൻ്റെ പകുതി, 80 ഡയമീറ്റർ 80യുടെ പകുതി 40 മില്ലിമീറ്റർ. ഈ സൈഡ് നമുക്കറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഈ സൈഡ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഇരട്ടിയാണ് എസ്. ഈ എസ് എന്ന് പറയുന്ന ഈ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ എസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ എസിൻ്റെ പകുതി എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ട്രയാങ്കിൾ മാത്രം ഞാനിങ്ങോട്ട് എടുത്ത് മാറ്റി വരച്ചത്, അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഹാഫ് പോർഷൻ. അപ്പോൾ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, കാരണം ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിൾ 30 ഡിഗ്രി, ഹൈപ്പോട്ടന്യൂസ് 40 മില്ലിമീറ്റർ, ഓപ്പോസിറ്റ് സൈഡ്, ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സൈഡ് എക്സ്, കർണം, അതായത് ഹൈപ്പോട്ടന്യൂസ് = 40 mm. അപ്പോൾ സൈൻ 30 അല്ലെങ്കിൽ സൈൻ തീറ്റ എന്ന റേഷ്യോ നമ്മളെങ്ങനെ എഴുതുക? സൈൻ 30 = ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റ = എതിർവശം ബൈ കർണം, അല്ലെങ്കിൽ സൈൻ 30 = ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സൈൻ 30 = ഓപ്പോസിറ്റ് സൈഡ് എക്സ്, ഹൈപ്പോട്ടന്യൂസ് = 40 mm, ഹൈപ്പോട്ടന്യൂസ് 40 mm. ഓക്കെ, അപ്പോൾ സൈൻ 30 = x/40. സൈൻ 30യുടെ വാല്യൂ നമ്മൾ ലോഗരിതം ടേബിളിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ലോഗരിതമിക് ടേബിളിൽ നോക്കിയാൽ സൈൻ 30 = 0.5000 എന്ന് കാണും. അപ്പോൾ 0.5000 എന്നുള്ളത് എടുക്കുന്നതിൻ്റെ ആവശ്യമില്ല, 0.5. സൈൻ 30 = 0.5. 0.5 = x/40. ഇപ്പോൾ x = 40 × 0.5, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 40 × 0.5 = 40നെ 0.5 കൊണ്ട് ഗുണിച്ചാൽ 20, x = 20. ഈ x 20 mm, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എസിൻ്റെ പകുതി 20 mm ആണെങ്കിൽ s = 2 × x, 2 × x, അതായത് 2 × 20, 40 mm. അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന ഈ സൈഡിൻ്റെ അളവ് 40 mm ആണ്. ഓക്കെ, അപ്പോൾ അതാണ് പിന്നെ ഈ പ്രോബ്ലത്തിൻ്റെ, അല്ലെങ്കിൽ ഈ എസിൻ്റെ അളവ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ചോദ്യത്തിൻ്റെ അളവ് ഇത് വ്യത്യാസമുണ്ട്. ഞാനിത് അതിൻ്റെ വാല്യൂസ് മാറ്റിയിട്ടിരിക്കുന്നതാണ്. ടെക്സ്റ്റിൽ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ വാല്യൂ വ്യത്യാസമാണ്. ഓക്കെ, ഹലോ, കേൾക്കാവോ?
കേൾക്കാമോ സാർ? ആ ഇപ്പോൾ കേൾക്കാം. എൻ്റെ നെറ്റ് ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സ്ക്രീനിലുള്ള ഈ ചിത്രം കാണത്തില്ലേ? ഹലോ, കാണാം ആ. സാർ. ഇപ്പോൾ ഇവിടെ ചോദ്യം, ഇതൊരു റെക്റ്റാങ്കുലർ സോളിഡാണ്. റെക്റ്റാങ്കുലർ സോളിഡ്, അതിൻ്റെ അകത്തെ അളവുകൾ തന്നിരിക്കുന്നു. h is equal to 120 mm, ഈ ഹൈറ്റ് 120 mm, എൽ എന്ന് പറയുന്നത് ഈ അളവ് എ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, ഈ കോർണറിലേക്കുള്ള ദൂരം, ഇതിൻ്റെ അതായത് ഇത് നീളം, ഇത് വീതി, ഇത് ഉയരം. അപ്പോൾ നീളം 80 മില്ലിമീറ്റർ, ഈ കനം അല്ലെങ്കിൽ ബ്രെഡ്ത്ത്, വീതി 60 mm. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ആൽഫ, ഈ ആംഗിൾ എത്രയാണെന്ന് കാണണം. ഈ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, ഇത് സിയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ ഡോട്ടഡ് ലൈൻ, അതായത് ഇതിൻ്റെ ഡയഗണലാണ്. ഈ റെക്റ്റാങ്കുലർ സോളിഡിൻ്റെ ഡയഗണൽ മീൻസ് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലാണ് ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ സോളിഡിൻ്റെ ആണെങ്കിൽ ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലുള്ള കോർണറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റെക്റ്റാങ്കുലർ സോളിഡിൻ്റെ ഡയഗണൽ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നീളം, വീതി, ഉയരം, ഈ റെക്റ്റാങ്കുലർ സോളിന് നീളം, വീതി, ഉയരമാണ് തന്നിരിക്കുന്നത്. ഈ ആൽഫ എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആൽഫ എന്നുള്ള ആംഗിൾ നമ്മൾ ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയിൽ വന്ന് മുട്ടും അല്ലേ? ഈ സിയിലുള്ള ഈ ലൈൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യത്തില്ലേ? മിണ്ടുകയല്ലേ? ഈ എ സി എന്ന ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ ലെങ്തും ബ്രെഡ്ത്തും നമുക്കറിയാം, എല്ലും ബിയും അറിയാം, പെർപെൻഡിക്കുലറും ബേസും അറിയാം. അതായത് എ സി ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ. താഴെ കിടപ്പുണ്ട്, അതൊന്ന് നോക്കി വായിക്കാൻ പോലും കഴിയൂല അല്ലേ? വേറൊരു കണക്ക് പറയാം. ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല സാറിനൊക്കെ ഓരോരുത്തന്മാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അത് സമയത്തിന് വരാത്തതുകൊണ്ടാണ്. സാറേ, ഈ ജാംബോർഡ് മൊബൈലിൽ സപ്പോർട്ട് ആവില്ലല്ലേ? ഈ ജാംബോർഡില്ലേ, ഇന്നലെ സാറ് ലിങ്ക് ഇല്ലായിരുന്നോ ജാംബോർഡിന്റെ? ഏത്? ആ വൈറ്റ് ബോർഡ്. ആ
അത് മൊബൈലില്ല, മൊബൈലിൽ കിട്ടൂല. ഞാനിപ്പം നിങ്ങൾ ലിങ്കിൽ കയറി വന്നാൽ മതി. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ഇടയ്ക്ക് നെറ്റ് പോയി, നിങ്ങൾ കണ്ടില്ല അല്ലേ? സാർ സ്റ്റക്ക് ആയിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു, എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ്. അപ്പോൾ ആ ട്രയാങ്കിൾ ഇതല്ലേ നമ്മൾ മുമ്പേ കണ്ട? അതല്ല, ഇത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ കണ്ടത്. ഓക്കെ, ദിസ് വൺ. അപ്പോൾ ഇവിടെ ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇതാ നമ്മൾ പറഞ്ഞു വന്ന് ലെങ്ത്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഡി കാണുക, √(L²+B²+H²). ഈ ഡി കണ്ടു. ഡിയും അറിയാം നമുക്ക്, ഈ ഹൈറ്റ് അറിയാം 380 എന്നറിയാം. എങ്കിൽ നമുക്ക് ഈ ആൽഫ കാണാം. അതായത് സൈൻ ആൽഫ = ഓപ്പോസിറ്റ് സൈഡ് 380, ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ് 380 ഹൈറ്റ്. ഹൈപ്പോട്ടന്യൂസ് ഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു 478.9. അപ്പോൾ സൈൻ ആൽഫ = 380/478.9 0.7936. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് സൈൻ ആൽഫ 0.7936 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ എങ്ങനെയാണ് കാണുക? ആൽഫ = സൈൻ ഇൻവേഴ്സ് 0.796. എവിടെയാണോ പിന്നെ സൈനിൻ്റെ വാല്യൂ 0.7936 വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എത്രയാണെന്ന് നോക്കുക നാച്ചുറൽ സൈൻ ടേബിളിൽ. അത് നമുക്ക് കിട്ടുന്ന 52 ഡിഗ്രി 31 മിനിറ്റ് എന്നാണ് കിട്ടുക. അപ്പോൾ അതാണ് ആൽഫയുടെ വാല്യൂ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ. പുസ്തകത്തിൽ 231 പേജിൽ 32 ചോദ്യം ഇവിടെ നമുക്ക് കാണാം. ഒരു സർക്കിള്, ഇവിടെ ഒരു 2 ടാൻജൻറ്റുകൾ കൂട്ടിമുട്ടുന്നു. ഇതിന് തമ്മിലുള്ള ആംഗിൾ ആൽഫയാണ്. ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ 30 മില്ലിമീറ്ററാണ്. ഡി = 30 mm, ആൽഫ = 60 ഡിഗ്രി. എൽ ഈ ലെങ്ത് എത്രയാണെന്ന് കാണുക. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ട്രിഗണോമെട്രിക്കൽ റേഷ്യോസ് അപ്ലൈ ചെയ്യാൻ നമ്മളതിൻ്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മളിവിടുന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുകയാണ്. അതായത് ഈ കൃത്യം ഇതിൻ്റെ സെൻറ്ററിലൂടെ 2 ടാൻജൻറ്റുകൾ, ഒരു വൃത്തത്തിൻ്റെ 2 ടാൻജൻറ്റുകൾ
മേക്ക് ചെയ്യുന്ന ആ ഈ ആംഗിളിന് ഒരു ബൈസെക്ടർ വരച്ചാൽ അത് സെൻറ്ററിലൂടെ കടന്നു പോകും. ആ സെൻറ്ററും ഈ ആംഗിളും വെർട്ടെക്സും തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഇവിടെ വലുതാക്കി വരച്ചിരിക്കുന്നത്. ഞാൻ എടുത്ത് വരച്ചിരിക്കുന്നു. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വരച്ചിരിക്കുന്നത്. ഇവിടെ ഈ ആംഗിളിൻ്റെ ബൈസെക്ടറാണ് നമ്മൾ ഈ സെൻറ്ററിലേക്ക് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈ ആൽഫ 60 ഡിഗ്രി അതിൻ്റെ പകുതിയായിരിക്കും. ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ ഇതിൻ്റെ ഡയമീറ്റർ 30 എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ റേഡിയസ് 15 മില്ലിമീറ്റർ ആയിരിക്കും. ഇത് ഡയമീറ്റർ 30 ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് 15 ആയിരിക്കും. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് 15 മില്ലിമീറ്റർ ആയിരിക്കും. ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇത് ആകെ ഈ എൽ ആണ് നമുക്ക് കാണേണ്ടത്. പക്ഷേ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് കാണണമെങ്കിൽ ഈ സൈഡിനോട് കൂടി ഈ ട്രയാങ്കിളിൻ്റെ സൈഡും ഈ റേഡിയസും കൂടെ കൂടിയതാണ് എൽ. ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് പ്ലസ് റേഡിയസ്, ഇവിടുന്ന് ഇത് ഈ ടാൻജൻറ്റ് വരെയുള്ള ദൂരം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം റേഡിയസ് ആണ്. അപ്പോൾ ഇത് റേഡിയസും കൂടെ കൂടിയതാണ്. അപ്പോൾ ഈ റേഡിയസ് മൈനസ് ചെയ്ത്, എല്ലിൽ നിന്ന് റേഡിയസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ ഇത് കിട്ടും. ട്രയാങ്കിളിൻ്റെ ലെങ്ത്ത് ഈ സൈഡ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു എൽ മൈനസ് റേഡിയസ്, അതായത് 15. എക്സ് ഈസ് ഈക്വൽ ടു ഈ സൈഡ് ഈസ് ഈക്വൽ ടു എൽ മൈനസ് 50 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഞാനിവിടെ ഈ ട്രയാങ്കിളിൽ എഴുതിയിരിക്കുന്നത്. 30 ഇത് ആംഗിൾ 30 ഡിഗ്രി, ഓപ്പോസിറ്റ് സൈഡ് 15 മില്ലിമീറ്റർ, ഈ സൈഡ് എൽ മൈനസ് 50. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ടാൻ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഇത് അഡ്ജസ്റ്റൻറ്റ് സൈഡ്, ഇത് തീറ്റ ആംഗിൾ. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് 15 മൈനസ് എൽ മൈനസ് 50. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൽ മൈനസ് 15 ഇൻറ്റു ടാൻ തീറ്റ അല്ലെങ്കിൽ ടാൻ 30. ടാൻ തീറ്റ ഈസ് 30 സമം 15 എന്ന് കിട്ടും. എൽ മൈനസ് 15 ഈസ് ഈക്വൽ ടു 15 ബൈ ടാൻ 30. 15 by tan 30 tan 30 is equal to 1. tan 30 വാല്യൂ നമുക്ക് ടാൻ ടേബിളിൽ നിന്ന് കാണാം 0.5774 അല്ലെങ്കിൽ 1/√3, അതായത് എടുത്താലും മതി. അപ്പം 15 ബൈ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15 ബൈ 0.5774 ഈസ് ഈക്വൽ ടു 25.98 എന്ന് കിട്ടും. അപ്പോൾ എൽ മൈനസ് 15 ഈസ് ഈക്വൽ ടു 25.98. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു 25.98 പ്ലസ് 15. ഈ മൈനസ് 15 ഇപ്പുറം വരുമ്പം പ്ലസ് 15 ആകും. അപ്പോൾ 5 5 10 1 2 3 4 40.98 mm. എൽ ഈസ് ഈക്വൽ ടു 40.98 mm എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്ത്, ഈ സൈഡിൻ്റെ ടോട്ടൽ ലെങ്ത്ത്, അപ്പോൾ ഈ എക്സ് നമുക്ക് കിട്ടി, അതിൻ്റെ കൂടുതൽ ടോട്ടൽ ലെങ്ത്ത് എൽ ഈസ് ഈക്വൽ ടു 40.98 മില്ലിമീറ്റർ.